അമേരിക്കയെയും ഇസ്രായേലിനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഇറാന്റെ IRGCയുടെ ഉപദേഷ്ടാവ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇറാന്റെ മിസൈൽ ശേഖരങ്ങൾ അവസാനിക്കുന്നതുവരെ യുദ്ധം ചെയ്യാം എന്നത് ഒരു വ്യാമോഹം മാത്രമാണ്. ഇറാന്റെ മിസൈലുകൾ വർഷങ്ങളോളം നീണ്ട യുദ്ധം നടന്നാലും അവസാനിക്കുകയില്ല, അത് തീർന്നു പോവുകയില്ല. അമേരിക്കയുടെ ആയുധങ്ങളാണ് തീർന്നു പോകുന്നത്, പക്ഷെ ഇറാന്റെ ആയുധങ്ങൾ അത് തീർന്നു പോവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഇറാന്റെ മിസൈൽ പ്രൊഡക്ഷൻ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത് കൃത്യമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇറാൻ എത്ര മിസൈലുകളാണോ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് അതിലേറെ കൂടുതൽ മിസൈലുകൾ നിർമ്മാണം നടത്തുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രോണുകളുടെ കാര്യത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ഇറാൻ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ എത്രയോ കൂടുതലാണ് ഓരോ ദിവസവും ഇറാൻ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രോണുകൾ എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വർഷങ്ങളോളം ഈ യുദ്ധം നീണ്ടു നിന്നാലും വർഷങ്ങളോളം നീണ്ടു നിന്നാലും നിലവിലെ സാഹചര്യം പോലെ തന്നെ ശത്രുവിന്റെ തലമുകളിലേക്ക് മിസൈലുകൾ പതിച്ചുകൊണ്ടേയിരിക്കും, അത് അവസാനിക്കുകയില്ല എന്നാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിസൈൽ നിർമ്മാണങ്ങളും ഇതുപോലുള്ള സൈനിക ഇൻഡസ്ട്രിയൽ സംവിധാനങ്ങളെല്ലാം വലിയ മലകൾക്ക് താഴെയാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയും ഇസ്രായേലും ഒരുപാട് ശ്രമിച്ചതാണ് ഈ ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർക്കുക എന്നത്. പക്ഷെ അത് തകർക്കാൻ അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ അധികാരം അമേരിക്കയുടെ കയ്യിലാണ് എന്ന് ട്രംപ് ഇടയ്ക്കിടെ ഉറക്കത്തിൽ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതിന് സമാനമായ രീതിയാണ് ഇറാന്റെ മിസൈൽ സ്റ്റോറേജുകൾ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു എന്ന ചില പ്രസ്താവനകൾ നടത്തുന്നു. അതെല്ലാം വ്യാജമാണ് എന്ന കാര്യം വ്യക്തമാണ്. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ വർഷങ്ങൾ യുദ്ധം ചെയ്താലും ഈ മിസൈലുകൾ അവരുടെ തലമുകളിൽ വീണുകൊണ്ടിരിക്കും. കാരണം ഇത് ഓരോ ദിവസവും ഉപയോഗിക്കുന്നതിലേറെ കൂടുതൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ ഇത് ശരിയാണെന്ന് പറയേണ്ടി വരും. കാരണം അതുകൊണ്ടാണ് ഈ ഹൂത്തികൾക്കും ലബനാനിലെ ഹിസ്ബുള്ള അടക്കമുള്ള ആളുകൾക്ക് ഇത്രയും കൂടുതൽ മിസൈലുകൾ എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യത്തിന് വലിയ ഉത്തരമുണ്ട്. അത്രയും കൂടുതൽ നിർമ്മാണം പല ഭാഗങ്ങളിലായി ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു രാഷ്ട്രം, ഇറാനെ പോലുള്ള വിശാലമായ രാഷ്ട്രത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നായി ഇത് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം നീണ്ടു നിൽക്കുക എന്നതൊരു പ്രതിസന്ധി അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലുള്ള സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.